ഉരുൾപൊട്ടൽ നമ്മൾ സാധാരണ എപ്പോഴും തെറ്റിദ്ധരിച്ച് പറയുന്നത് ലാൻഡ് സ്ലൈഡിന് ഉരുൾപൊട്ടൽ എന്ന് പറയും. ആക്ച്വലി ലാൻഡ് സ്ലൈഡ് എന്ന് വെച്ചാൽ മണ്ണിടിച്ചിലാണ്. ഓക്കെ, മണ്ണിടിച്ചിലിൻ്റെ ഒരു വിഭാഗമാണ് ഉരുൾപൊട്ടൽ. ഞാൻ ഉരുൾപൊട്ടൽ എന്ന് തന്നെ പറയാം, എന്നിരുന്നാൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പല ഘടകങ്ങളുണ്ട്. അതിന് രണ്ടായിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാം. ഒന്ന്, അവിടെ ഉള്ള ഘടകങ്ങൾ, അതിന് നമ്മൾ പറയാം ടെറൈൻ ഫാക്ടേഴ്സ് എന്നോ അല്ലെങ്കിൽ സ്റ്റാറ്റിക്, അത് മാറുന്നില്ല. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ട്രിഗറിങ് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ, പുറമേ നിന്ന് വരുന്ന ബാഹ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ്. അത് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് മഴ, ഇന്നത്തെ മഴയില്ല നാളത്തെ മഴ, ഈ വർഷത്തെ മഴയില്ല അടുത്ത വർഷത്തെ മഴ, കല്ലാടിയിലുള്ള മഴയല്ല താഴെ അടിവാരത്തുള്ള മഴ. അപ്പോൾ അത് മാറിക്കൊണ്ട്, അത് ഡൈനാമിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സ്റ്റാറ്റിക്. അപ്പോൾ ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു പ്രതലത്തിൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഫാക്ടർ ആക്ട് ചെയ്യാൻ നേരത്താണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് കല്ലാടി, വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് പറയാം. അവിടുത്തെ കുന്നിൻ ചരിവ്, അവിടുത്തെ മണ്ണ്, അതാണ് അവിടുത്തെ സ്റ്റാറ്റിക് പാരാമീറ്റേഴ്സ്. പക്ഷേ അവിടുത്തെ മഴ, അവിടുത്തെ മനുഷ്യൻ്റെ ഇടപെടൽ, ഇത് രണ്ടുമാണ് അവിടുത്തെ ട്രിഗറിങ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. ഇനി ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഈ പറഞ്ഞ ആദ്യത്തെ സ്റ്റാറ്റിക് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ടെറൈൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് പാറ, പാറയിൽ കാണുന്ന സ്ട്രക്ചേഴ്സ്, മണ്ണ്, മണ്ണിൻ്റെ ഖനം, മണ്ണിൻ്റെ ഘടന, ഭൂഗർഭജലത്തിൻ്റെ സ്വാധീനം, പുഴയുടെ സ്വാധീനം, സ്ലോപ്പ്, കുന്നിൻ്റെ ചരിവ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതൊരു മഴ, ആന്ത്രോപോജനികൻ, മനുഷ്യൻ്റെ ഇടപെടൽ, മൂന്നാമത് എർത്ത് ക്വേക്ക്, പിന്നെ നമ്മുടെ പ്രതലത്തിൽ ഇല്ലാത്ത ഒന്ന്, പിന്നെ സ്നോ മെൽറ്റ് കാരണം അങ്ങനെ ഉണ്ടാകാം. അപ്പം വെസ്റ്റേൺ ഘട്ടത്തിൽ, പശ്ചിമഘട്ടത്തിൽ ആദ്യം പറഞ്ഞ ഘടകങ്ങളാണ്. അപ്പം ലോകമെമ്പാടുമുള്ള പഠനം തെളിയിക്കുന്നത് 20 ഡിഗ്രിക്ക് മേളിൽ ചരിവുണ്ടെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയായിട്ടാണ്. അപ്പം അതുതന്നെയാണ് ഏറ്റവും പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ 20 ഡിഗ്രിക്ക് മേളിലുണ്ടെങ്കിൽ യു ഷുഡ് ബി കെയർഫുൾ. അതിൻ്റെ പുറത്ത് മണ്ണുണ്ടെങ്കിൽ അത് മണ്ണും ഈ അടിയിൽ കാണുന്ന പാറയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ കാണുന്ന പാറയെല്ലാം അതിപുരാതനമായിട്ടുള്ള പാറകളാണ്. ഏതാണ്ട് 250 കോടി വർഷത്തിന് മേൽ പഴക്കമുള്ള പാറയാണ്. പക്ഷേ അതിൻ്റെ പുറത്തിരിക്കുന്ന മണ്ണെന്ന് പറയുന്നത് ഏതാണ്ട് 10,000 തൊട്ട് 15,000 വർഷം പഴക്കമാണ്. അപ്പം മണ്ണും പാറയും ഇങ്ങനെ ഒരു മെറ്റാസ്റ്റേബിൾ കണ്ടീഷനിലാണ് 20 ഡിഗ്രിയിൽ ഇരിക്കുന്നത്. അതിൻ്റെ പുറത്ത് മഴ പെയ്യുമ്പോൾ മഴ ഈ മണ്ണിൽ ഊർന്നിറങ്ങി താഴെ ഈ പാറയുടെ ആ സ്ഥലം വരെ എത്തുമ്പോൾ ആ പാറ പിന്നീട് പെർമിറ്റ് ചെയ്യില്ല. അത് അത്രയും കട്ടി കൂടിയ പാറയായതുകൊണ്ട് അതിൻ്റെ താഴോട്ട് ഊർന്നിറങ്ങാൻ സമ്മതിക്കില്ല. അതിന് പകരം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പാറയുടെയും മണ്ണിൻ്റെയും ഇടയിൽ കൂടെ വെള്ളം ഊർന്നു വരും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മഴയ്ക്ക് ശേഷം നമ്മൾ ഒരു ഹില്ലി സ്റ്റേഷനിലൊക്കെ പോകുന്നിടത്ത് കുന്നിൻ്റെ സൈഡിൽ നിന്നും വെള്ളം ഊർന്നിറങ്ങി വരുന്നത് ഒരു സ്പ്രിംഗ് ആയിട്ടോ കാണുന്നതിനുള്ള റീസൺ ഇതിൻ്റെ ഇടയിൽ കൂടെ ഊർന്നിറങ്ങി വരുന്ന വെള്ളമാണ്. ഇങ്ങനെ ഉള്ള ഒരു പ്രതലത്തിൽ നമ്മൾ റോഡ് കട്ടിനോ എന്തെങ്കിലും കൺസ്ട്രക്ഷനോ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇക്വിലിബ്രിയത്തിൽ എന്ന സംഭവത്തിന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പം അല്ലെങ്കിൽ കൂടെ തന്നെ ഈ പാറയുടെ പ്രതലത്തിൽ കൂടെ ഇത് ഊർന്നിറങ്ങി താഴോട്ട് വരും. അതാണ് യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടൽ. അപ്പം നമുക്ക് കേരളത്തിൽ പറയുകയാണെങ്കിൽ ആ സ്റ്റാറ്റിക് പാരാമീറ്റേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്ലോപ്പ്, മണ്ണിൻ്റെ ഖനം 2, എന്നിട്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഡൈനാമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മഴ, മനുഷ്യൻ്റെ ഇടപെടൽ. കേരളത്തിൽ 2 കാലവർഷമാണ് നമുക്ക് കിട്ടുന്നത്. ജൂൺ തൊട്ട് ഒക്ടോബർ വരെയുള്ള സൗത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റും മൺസൂണും എന്ന് പറയുന്നത്. അപ്പം ഈ കഴിഞ്ഞ 10 വർഷം നമുക്ക് ചേഞ്ചസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിലും കിട്ടുന്ന മഴയുടെ തോതിൽ ക്യുമുലേറ്റീവിൽ നമുക്ക് വ്യത്യാസമില്ല. പക്ഷേ അത് പെയ്യുന്ന ഡ്യൂറേഷനിലാണ് വ്യത്യാസം. വലിയ തോതിലുള്ള മഴ ഷോർട്ട് ടൈമിൽ പെയ്യുന്നു എന്നുള്ളതാണ്. ഈ പ്രതിഭാസം കണ്ടു തുടങ്ങിയത് ഏതാണ്ട് 2018, ക്ലിയർ ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ കിട്ടിയത് 2018 തൊട്ടാണ്. അന്ന് തൊട്ടാണ് ആ പ്രളയവും ഏറ്റവും കൂടുതൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലും സംഭവിക്കുന്നത്. അതിനുശേഷം ഉള്ള മഴ ഇങ്ങനെ കുറച്ച് സമയം കൊണ്ട് അതിതീവ്ര മഴ പെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. പണ്ട് കാലഘട്ടത്ത് ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മഴ മാപ്പിനികൾ വഴി 24 മണിക്കൂർ ഒഴിക്കൽ എടുക്കുന്ന റെയിൻഫോളിൻ്റെ തോതനുസരിച്ചാണ് പ്രഡിക്ഷൻ നടത്തിയിരുന്നത്. ഇന്ന് ആ 24 മണിക്കൂർ പറ്റില്ല. കാരണം ഒരു ഉദാഹരണം, ഇടുക്കി കോട്ടയം അതിർത്തിയിൽ കൊക്കയാർ കൂട്ടിക്കലിൽ നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ 2021 തോന്നുന്നു. അതൊക്കെ രാവിലെ 10 മണിക്ക് തുടങ്ങിയ മഴ വൈകുന്നേരം 4:30 ആയപ്പോൾ ഉരുൾപൊട്ടലുണ്ടായി. അപ്പം രാവിലെ 8:30 റെയിൻഫോൾ ഡേറ്റ് എടുത്തു. അടുത്ത റെയിൻഫോൾ ഡേറ്റ് എടുക്കാൻ പോകുന്ന പിറ്റേ ദിവസം രാവിലെ 8:30. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹ്യൂജ്
ടൈം ഡിഫറൻസിലെടുക്കുന്ന മഴയുടെ തോതിന് കൊണ്ട് നമുക്കൊരു ലാൻഡ് സ്ലൈഡ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും വരുന്നത് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് ആണ്. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഇടുക്കി ജില്ലയിൽ ഒരു 8 സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 8 സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന മഴ മാപ്പിനികൾ എന്ന് പറയുന്നത് 5 മിനിറ്റ് ഇടവിട്ട് നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് ഓൺലൈനായിട്ട് നമ്മുടെ സെർവറിൽ കിട്ടും. അത് മഴയില്ലാത്ത സമയത്ത് നമ്മൾ 30 മിനിറ്റ് ആക്കും, പക്ഷെ മഴയുള്ള സമയത്ത് 5 മിനിറ്റ് ആക്കാം. അപ്പോൾ 5 മിനിറ്റിലൊരിക്കൽ നമുക്ക് റെയിൻഫോളിൻ്റെ തോത് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഏർലി വാർണിംഗ് സിസ്റ്റം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആക്കാൻ പറ്റും. ഇനി ഏർലി വാർണിംഗ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഒരു ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ കുന്നിൻ്റെ ചരിവും മണ്ണിൻ്റെ ഖനവും പറഞ്ഞായിരുന്നു. അപ്പം ഒരു സ്ഥലത്ത് ഒരു 2 മീറ്റർ ഖനം മണ്ണുണ്ട്. അവിടെ 5 ദിവസം കൊണ്ട് 300 മില്ലിമീറ്റർ മഴ പെയ്തപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ത്രഷോൾഡ്. അതായത് 5 ദിവസം കൊണ്ട് 2 മീറ്റർ കനം സോയിൽ 300 മില്ലിമീറ്റർ മഴ പെയ്തപ്പോൾ അവിടെ ഉരുൾപൊട്ടലുണ്ടായി. അതാണ് നമ്മുടെ ത്രഷോൾഡ്. ഈ ത്രഷോൾഡ് വെച്ചിട്ടാണ് അതേമാതിരിയുള്ള സ്ഥലങ്ങളിൽ, അതേമാതിരിയുള്ള പ്രതലങ്ങളിൽ ഉരുൾപൊട്ടൽ വരുമ്പോൾ ഈ ത്രഷോൾഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതേ കണക്കുള്ള ഒരു സ്ഥലം നമുക്ക് പറയാം. ഒരു 3 ദിവസം കൊണ്ട് ഒരു 200 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം ഇനി വരാൻ പോകുന്ന 2 ദിവസം 100 മില്ലിമീറ്റർ മഴ പെയ്യുകയാണെങ്കിൽ അവിടെ ഉരുൾപൊട്ടലുണ്ടാകാം. അതാണ് ഏർലി വാർണിംഗ് സിസ്റ്റം. അപ്പം നമുക്ക് അത് മിനിറ്റുകളുടെ അടിസ്ഥാനത്തിൽ 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇടവിട്ടോ നമുക്ക് ഡേറ്റ് കിട്ടി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ 2 ദിവസം കൊണ്ട് ഈ 100 മില്ലിമീറ്റർ എന്ന് പറയുന്നത് പകരം മണിക്കൂറുകളോ മിനിറ്റുകൾ കൊണ്ടോ ഇന്നത് സംഭവിച്ചാൽ നമുക്ക് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രഡിക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇനി കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം. ലാൻഡ് സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റം പലയിടത്തുണ്ട്, പക്ഷേ ഇതിനെ നമുക്ക് മുന്നറിയിപ്പായിട്ട് കൊടുക്കുവാൻ ആർക്കും സാധിക്കില്ല. കാരണം അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികളുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇവർക്കൊക്കെയാണ് മുന്നറിയിപ്പ് നൽകാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു മുന്നറിയിപ്പ് കേന്ദ്രമുണ്ട്, പക്ഷേ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ആ മഴ മാപ്പനികളുടെ ലിങ്ക് എല്ലാം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതുവഴി എടുത്തിട്ട് അവർക്ക് ചെയ്യാം. അപ്പോൾ റിസർച്ച് അടിസ്ഥാനത്തിൽ ഒത്തിരി ഉണ്ടെങ്കിലും അത് പ്രായോഗികമായിട്ടും അത് ജനങ്ങളിൽ എത്തിക്കുവാനുള്ള സംവിധാനം വളരെ കുറവാണ്. അത് ഇനി സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഒത്തിരി മഴ മാപ്പിനികളൊക്കെ ഒരു വലിയൊരു ശൃംഖലയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് ഒരു ഏർലി വാർണിംഗ് ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല. കാരണം ഇന്നും ഒരു ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ദിവസം കൊണ്ടെടുക്കുന്ന മഴ വെച്ചിട്ടാണ് നമുക്ക് ഏർലി വാർണിംഗ് കൊടുക്കാൻ പറ്റാവുന്നത്. പക്ഷേ ആ മഴ മാപ്പിനികളൊക്കെ വച്ചിരിക്കുന്നത് ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിലല്ല, അവർ കൃഷിയുടെ ആവശ്യത്തിന് അഗ്രികൾച്ചറിൻ്റെ പർപ്പസിനായിട്ട് പല സ്ഥലത്തും വച്ചിരിക്കുന്നതാണ്. ഇപ്പം 2 വർഷം മുമ്പ് നടന്നിട്ടുള്ള ചൂരൽമല ഉരുൾപൊട്ടലിൽ അതിനെടുത്തിട്ടുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലക്കിടിയാണ്. ലക്കിടിയും ഇതും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇതാണ്. അതിൻ്റെ ബേസിലാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ഏർലി വാർണിംഗ് കൊടുത്തത്. അപ്പം ഇത്രയും ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുക്കുന്ന ഏർലി വാർണിംഗ് എഫക്റ്റീവ് അല്ലാതിരിക്കും, അത് പ്രായോഗികവുമല്ല. അത് കാരണം നമുക്കൊരു ഭയങ്കര ഡെൻസ് നെറ്റ്വർക്ക് വേൾഡ് മീറ്ററോളജിക്കൽ WMO പറയുന്നത് മാതിരി 25 സ്ക്വയർ മീറ്ററിൽ ഒരിടത്ത് ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം വരണം എന്നുള്ള രീതിയിൽ വേണം പോകാൻ. ഏർലി വാർണിംഗ് സിസ്റ്റം നേരത്തെ പറഞ്ഞത് മാതിരി പല ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അഡ്വാൻസ്ഡ് ലെവലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് വാർണിംഗ് കൊടുക്കാനുള്ള അധികാരം ഡിഫറെൻറ്റ് ഏജൻസികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഒരു ഭയമുണ്ട്. ഭയം എന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാസ്ത്രത്തിനുള്ള ഏറ്റവും വലിയ ഭയം പേടിക്കുന്നത് നമ്മൾ പ്രവചിച്ചാൽ അത് പറഞ്ഞിരുന്നാൽ അത് നടന്നില്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 20%. അതായത് ഞാൻ 5 പ്രാവശ്യം പറയാൻ നേരത്ത് 1 പ്രാവശ്യമേ പ്രവചനം ശരിയാകൂ. അപ്പം ഒരു ഇമാജിൻ ചെയ്യുക, ഞാൻ പ്രവചിച്ചു, ആൾക്കാർ അതനുസരിച്ച് മാറി, പക്ഷെ ഉരുൾപൊട്ടൽ ഉണ്ടായില്ല. അവർ തിരിച്ചു വരുന്നു, വീണ്ടും ഒരു വാർണിംഗ് കൊടുക്കുകയാണ്, അവർ മാറി, ഉണ്ടായില്ല ഉരുൾപൊട്ടൽ. 3ാമത്തെ പ്രാവശ്യം അവർ സംശയിക്കും ഈ വാർണിങ്ങിനെ. അപ്പം അപ്പോഴായിരിക്കും അവർ മാറാതിരിക്കാൻ നേരത്തേക്ക് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അപ്പം ഈ ഒന്ന് സയൻസ് പറയുന്നത് വാസ്തവമാണെന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധ്യമുണ്ടാക്കുവാനുള്ള അവയർനെസ് ക്ലാസ്സാണ് ഏറ്റവും അത്യാവശ്യം ഏർലി വാർണിങ്ങിനെക്കാളും. ലോകമെമ്പാടും പറയുന്നത് 10ൽ 1 സക്സസ് റേറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ വിജയമെന്നാണ്. കാരണം നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് മനുഷ്യൻ്റെ ലൈഫിനെ കുറിച്ചാണ്. അപ്പം ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസക്കുറവും സയൻറ്റിസ്റ്റുകൾക്കുള്ള വിശ്വാസക്കുറവുമാണ്, ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ എന്നുള്ള ഭയവുമാണ് ആക്ച്വലി ഇത് കൂടുതൽ ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാത്തതിനുള്ള റീസൺ.
ശാസ്ത്രത്തിൻ്റെ ഇന്ത്യയിലുള്ള പുരോഗതിക്കുള്ള ഏറ്റവും വലിയ തടസ്സം, അത് ഏത് സംസ്ഥാനമായിക്കൊണ്ടുള്ള തടസ്സം, പൈസയുടെ ലഭ്യത കുറവാണ്. പൈസ ഉണ്ടെങ്കിൽ റിസർച്ച് ആക്ടിവിറ്റി നടക്കൂ. എന്നിരുന്നാൽ മാത്രമേ സയൻസ് അഡ്വാൻസ് ആകൂ. അപ്പം ക്രിയേറ്റ് ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പമ്പ് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി ഫോർ റിസർച്ച്, then automatically everything will be solved. കുന്നിൻ ചെരുവിൽ റോഡ് നിർമ്മിക്കുമ്പോൾ നമ്മൾ സാധാരണ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കട്ട് ചെയ്യുന്ന ചരിവുകളെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീറ്റെയിനിങ് വാൾസ് വേണം. റീറ്റെയിനിങ് വാൾസ് മാത്രമല്ല, അതിൽ നിന്ന് കൂടെ വെള്ളം ഊർന്നിറങ്ങി വരുവാനുള്ള ശിശിരങ്ങൾ കൂടെ വേണം, വീപ്പ് ഹോൾസ് എന്ന് പറയുന്നത്. കാരണം വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിക്കടിയിലുള്ള വെള്ളത്തിൻ്റെ പ്രഷർ കാരണമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അപ്പം അവിടെ കോൺക്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉരുൾപൊട്ടലിനെ നമ്മൾ നിയന്ത്രിക്കുന്നില്ല, മറിച്ച് നമ്മൾ കൂടുതൽ പ്രൊമോട്ടാണ് ചെയ്യുന്നത് അവിടെ പ്രഷർ കൂടുവാൻ വേണ്ടി. അപ്പം വെള്ളം ഊർന്നിറങ്ങി വരേണ്ട വഴി വേണം. 2, ഓടകളുടെ സംവിധാനം വേണം. ഓടകൾ കേരളത്തിലുള്ള റോഡിൽ നോക്കാൻ നേരത്ത് പലയിടത്തും ഓടയുണ്ട്, പക്ഷേ ആ ഓടകളൊന്നും സമയാധിഷ്ഠമായിട്ട് നമ്മൾ അത് പരിപാലിക്കുന്നില്ല. ഇപ്പോഴും തന്നെ 2 ദിവസം മുമ്പ് താമരശ്ശേരി ചുരം ഇറങ്ങി വരാൻ നേരത്ത് ആ ഓടയെല്ലാം പുല്ലും പിടിച്ച് എല്ലാ ചവറും കൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. അപ്പം മഴ വരുന്നതിനുള്ള 2 മാസം നമുക്ക് നല്ല രീതിയിൽ പ്രായോഗികമായിട്ട് യൂസ് ചെയ്യാം. കാരണം ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് നമുക്ക് ഫണ്ട് ഇല്ലെങ്കിൽ കൂടെ സ്കൂളുകൾക്കെല്ലാം അവധിയാണ്. അവരുടെ സോഷ്യൽ സർവീസ് വഴിയൊക്കെ നമുക്ക് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓടകൾ സുഗമമായിട്ട് വെള്ളം ഒഴുകിയാൽ തന്നെ ലോകമെമ്പാടുമുള്ള സ്റ്റഡി പറയുന്നത് 60% ഉരുൾപൊട്ടലിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം വെള്ളത്തിന് സുഗമമായിട്ട് ഒഴുകി പോകേണ്ട പാത റോഡല്ല, ഏത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ആയിരുന്നാലും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതിന് പുറമെ ഏറ്റവും പറയാനുള്ളത്, 1 സെൻറ്റും 2 സെൻറ്റുമുള്ള വസ്തുക്കളുള്ള ആൾക്കാർ ഈ കുന്നിൻ പ്രദേശത്ത് വീട് വെക്കുന്നത് കുന്നിനെ കട്ട് ചെയ്തിട്ടാണ്. അവരുടെ അറിവില്ലായ്മയാണ്. അപ്പം അതൊക്കെ ഒരു അവയർനെസ് പ്രോഗ്രാം വഴിയൊക്കെ കുന്നും പ്രദേശത്ത് താമസിക്കുന്നവർക്ക് എല്ലാ വെക്കേഷനിലും ഏപ്രിൽ മെയ് മാസത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കണം. കുന്നിൻ പ്രദേശത്ത് താമസിക്കുന്നവരുടെ വീടുകൾ സന്ദർശിക്കുക, അവർക്കുള്ള ഉപദേശങ്ങൾ നൽകുക, മഴ സമയം വരാൻ പോകുന്നു, ഉരുൾപൊട്ടൽ വരാതിരിക്കുവാനുള്ള, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ സർക്കാർ അടിസ്ഥാനത്തിൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റാവുന്നത്, നമുക്കൊരു ലാൻഡ് യൂസ് പോളിസി ഇല്ല. ഇന്ന വസ്തുവിൽ ഇതിൽ എന്ത് കൃഷി ചെയ്യാം, എന്ത് കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ളൊരു പോളിസി ഇല്ല. ആ പോളിസി കൊണ്ടുവരണം. പിന്നെ അടുത്ത 3-ാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ തരംതിരിച്ചിട്ടുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്പുകളുണ്ട്. അത് ഏതാണ്ടുള്ള എല്ലാ വില്ലേജ് ഓഫീസിലും സബ് രജിസ്ട്രാർ ഓഫീസിലും ഇത് പ്രദർശിപ്പിക്കണം. സർവേ നമ്പർ അടിസ്ഥാനത്തിൽ ഒരു വസ്തു ക്രയവിക്രയം ചെയ്യുമ്പോൾ ആ വാങ്ങിക്കുന്ന ആൾ മനസ്സിലാക്കണം, എൻ്റെ വസ്തു ഉരുൾപൊട്ടൽ സ്വാധീനം, ഉരുൾപൊട്ടൽ മാത്രമല്ല ഒരു മൾട്ടി ഹസാർഡ് സൊണേഷൻ മാപ്പ് വേണം. ആ മേഖലയിൽ എൻ്റെ വസ്തു എവിടെയാണെന്നുള്ള ഒരു ബോധ്യം അവന് വേണം. എന്നിരുന്നാൽ മാത്രമേ ഉള്ളൊരു സുതാര്യമായിട്ടുള്ള വസ്തു ഇടപാടൊക്കെ നടക്കാൻ പറ്റാവുന്നത്. ഫോറസ്റ്റ് അല്ലാത്ത ലാൻഡിലും എങ്ങനെയാണ് ഉരുൾപൊട്ടൽ വരുന്നതെന്നുള്ളൊരു കുഞ്ഞു കഥ ഞാൻ പറഞ്ഞുതരാം. 2018 കേരളത്തിൽ എല്ലാവരും പ്രളയം എന്ന് പറയുകയാണെങ്കിലും അതിനോടനുബന്ധിച്ച് നടന്ന ഉരുൾപൊട്ടലിൻ്റെ എണ്ണം ഒന്ന് മനസ്സിലാക്കണം. ഏതാണ്ട് 4728 ലാൻഡ് സ്ലൈഡാണ്, വലുതും ചെറുതുമായിട്ടുള്ള ലാൻഡ് സ്ലൈഡുകളാണ് കേരളത്തിൽ നടന്നത്. അതിൽ പകുതിയോളം 2223 ലാൻഡ് സ്ലൈഡ് നടന്നത് ഇടുക്കി ജില്ലയിൽ മാത്രമാണ്. അതിലും പകുതി ഏതാണ്ട് 1000-ൽ പരം ഉരുൾപൊട്ടൽ നടന്നത് ഉൾവനങ്ങളിലാണ്. ഇതിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കും? അതായത് ഫോറസ്റ്റ് ഉള്ളിടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകില്ല എന്നുള്ളത്. ഇതിനുള്ള ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്റ്റോം ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ കൊണ്ട് ഹൈ ഇൻറ്റൻസിറ്റി റെയിൻഫോൾ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 20 ഡിഗ്രിക്ക് മേലുള്ള ഏത് സ്ഥലവും മണ്ണുണ്ടെങ്കിൽ ഊർന്നിറങ്ങി വരും സ്റ്റോം ഇവൻറ്റിൽ. പക്ഷേ ഫോറസ്റ്റ് ഇത് കാരണം ഞാൻ പറയുന്നില്ല ഫോറസ്റ്റും അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ലാത്ത ലാൻഡും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ എക്സ്ട്രീം ക്ലൈമറ്റിക് ഇൻഫ്ലുവൻസാണ്. എക്സ്ട്രീം ക്ലൈമറ്റിക് ഇൻഫ്ലുവൻസിൽ ഇറ്റ് ഈസ് ഒരു കാത്തലിക്കാണ്, അവൻ എല്ലാവരെയും സ്വാധീനിക്കും ഉരുൾപൊട്ടൽ വരാൻ. പക്ഷേ അല്ലാതൊരു നോർമൽ റെയിൻഫോളിൽ ആക്ച്വലി ഫോറസ്റ്റഡ് ലാൻഡിന് 2 ഗുണമുണ്ട്. ഒന്ന്, ഇതിൻ്റെ ലീഫ് കെനോപ്പി റെയിൻഫോളിൻ്റെ ഇമ്പാക്റ്റ് ഡയറക്റ്റായിട്ട് കുറയ്ക്കും. നമ്മൾ തന്നെ ഫോറസ്റ്റ് ഒരു മഴ വന്നിരുന്നാൽ ഒരു കുറച്ച് നേരം നമ്മൾ ഒരു മരത്തിൻ്റെ ചൂടിൽ നമ്മൾ നിൽക്കില്ല മഴ കൊള്ളാതിരിക്കാൻ. അതായത്
മണ്ണുമായിട്ടുള്ള ഡയറക്റ്റ് ഇമ്പാക്റ്റ് അവന് നടക്കുന്നില്ല റെയിൻഫോൾ. അങ്ങനെ ഒരു റെയിൻഫോളിൻ്റെ ഇത് കുറയ്ക്കും. രണ്ടാമത്തത് ഇതിൻ്റെ റൂട്ട് സോയിലിനെ ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കും. ഈ 2 ഗുണങ്ങൾ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഏത് പ്ലാന്റേഷനുള്ളതുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ എൻറ്റയർ വെസ്റ്റേൺ ഗാട്ട്സിൽ ഡീഫോറസ്റ്റേഷൻ നടന്നിട്ടുണ്ട്. 1980 വരേക്കും ഒത്തിരി സ്ഥലങ്ങൾ ഡീഫോറസ്റ്റേഷൻ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു സോഷ്യൽ ഫോറസ്ട്രി പ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഇതൊക്കെ ആക്ച്വലി ഫോറസ്റ്റ് പ്ലാന്റേഷൻ എന്ന് പറയുന്ന നേരത്ത് നിശ്ചിത കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ടുള്ള മരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു 20 വർഷം 30 വർഷം കഴിഞ്ഞാൽ അത് വീണ്ടും കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു പ്രതിഭാസമുണ്ട്. അപ്പോഴും നമ്മൾ കാണുന്ന ഡീഫോറസ്റ്റേഷനാണ്. അതിനെ പിന്നെ വീണ്ടും നമ്മൾ റീപ്ലാന്റ് ചെയ്തിരുന്നാലും ഇതും റബ്ബറിലും ഒരു പ്രശ്നമുണ്ട്. 20 വർഷം കഴിയാൻ റബ്ബർ സ്ലോട്ടർ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പറയുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് സ്റ്റബിൾ മൾച്ചിങ്, അതായത് അതിൻ്റെ മൂഡിനെ നിലനിർത്തുകയും അതിൻ്റെ ട്രങ്കിനെ സ്റ്റെമ്മിനെ മാത്രം കട്ട് ചെയ്തിട്ട് പോവുക. അടുത്ത് പ്ലാന്റ് ചെയ്ത് അടുത്ത് അത് വളരുന്നത് വരയ്ക്കും ആ റൂട്ട് അവിടെ ഇരുന്നുകൊണ്ട് സോയിലിനെ ബൈൻഡ് ചെയ്തുകൊള്ളും. പക്ഷെ മറിച്ചാണ് നമ്മൾ കാണുന്നത്, ആൾക്കാർ JCB കൊണ്ടുവന്നിട്ട് മൂടോടെ ആ വൃക്ഷങ്ങളെ പിഴുതെടുത്ത് പോകുമ്പോൾ ഈ പിഴുതെടുക്കാൻ നേരത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മണ്ണിനെ നമ്മൾ ലൂസാക്കുകയാണ്, വെള്ളം കൂടുതൽ ഇൻഫിൽട്രേറ്റ് ചെയ്യാണ്, ഒരു ഗർത്തമുണ്ടാക്കുകയാണ്, വെള്ളം കൂടുതൽ നേരം നിർത്തുവാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇതെല്ലാം പ്രശ്നമാണ്. അപ്പം ഇതെല്ലാം ഒന്ന് നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. മറിച്ച് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഉരുൾപൊട്ടൽ സ്വാധീന പ്രദേശങ്ങളിൽ മഴക്കുഴികൾ ധാരാളമായിട്ട് സർക്കാരിൻ്റെ പ്രവൃത്തി മൂലം നടക്കുകയാണ്. അതൊരു വലിയൊരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ കവളപ്പാറ മാതിരിയുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം അവിടുത്തെ റബ്ബർ പ്ലാന്റേഷനിൽ മഴക്കുഴികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മഴക്കുഴികൾ ഏത് പ്രതലത്താണ് എടുക്കേണ്ടതെന്നുള്ളൊരു സാമാന്യ ശാസ്ത്രീയ അവബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. ചരിവ് പ്രദേശങ്ങളിൽ ടെറസ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണ്. പക്ഷേ ടെറസിൻ്റെ ആ സ്ലോപ്പ് എങ്ങോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ടെറസിൻ്റെ മറ്റേ സൈഡിലോട്ട് ചരിച്ചാണ് വച്ചേക്കുന്നത്, ചരിവ് കൂടുതൽ നേരം വെള്ളം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതല്ല വേണ്ടത്. ഒന്നി ഒരു സമതലമായിരിക്കണം, അല്ലെങ്കിൽ ചരിവ് കുന്നിൻ്റെ ചരിവോട്ട് ആയിരിക്കണം. അപ്പം എക്സസ് വെള്ളം വരുന്നത് ഊർന്നഴുകി പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ ടെറസ് നടത്തുകയാണെങ്കിലും അവിടെ നമുക്ക് ഒരു സർഫസ് വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. ഒത്തിരി ഓവുകളൊക്കെ വെച്ച് നമുക്ക് ഒരു സൈഡിൽ വെള്ളം കൊണ്ടുവന്ന് കളക്ട് ചെയ്തിട്ട് അതിനെ താഴെ കൊണ്ടുവന്ന് മെയിൻ ഡ്രെയിനേജിൽ റോഡിൻ്റെ സൈഡിലുള്ളതോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പുഴയിലോട്ടോ വിടേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കണം. വെറും ടെറസ് മാത്രം കൺസ്ട്രക്ട് ചെയ്തിട്ട് കാര്യമില്ല. ടെറസ് ചരിഞ്ഞിരിക്കണം, കുന്നിൻ്റെ ചരിവിനെ മാതിരിയുള്ള ചരിവായിരിക്കണം. ഈ വെള്ളമെല്ലാം കളക്ട് ചെയ്ത് ഒരിടത്ത് പൂൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഡ്രെയിനേജ് സിസ്റ്റവും നമുക്ക് വേണം. ഉരുൾപൊട്ടലല്ല, ഏത് പ്രകൃതി ദുരന്തമുണ്ടായിരുന്നാലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ജനങ്ങൾ പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കവളപ്പാറ ലാൻഡ് സ്ലൈഡ് നടക്കുന്നത് ഏതാണ്ട് രാത്രി 8:30 കറണ്ടെല്ലാം പോയി. അപ്പം ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്തു അവിടെ ആ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടതായിട്ട്. ആ സ്ഥലത്തോട്ട് എത്തിപ്പെടേണ്ട റോഡ് എന്ന് പറയുന്നത് ഒരു 10 അടി വീതി മാത്രമേ ഉണ്ടാകൂ. അപ്പം ആൾക്കാർ അവിടെ താമസിക്കുന്നവരുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയാം. ഇത് കാണുവാൻ വേണ്ടി ആകാംക്ഷയോട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കാറും മഴയായതുകൊണ്ട് എല്ലാവരും കാറും എടുത്തിട്ടാണ് ആ വഴി വന്നത്. അവിടെ വന്ന് നടന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷന് ഭയങ്കര തടസ്സമായി. ആംബുലൻസിന് വരാൻ പറ്റുന്നില്ല, അവിടെ വളയ്ക്കാൻ പറ്റുന്നില്ല, വേറെ വണ്ടികൾ കൊണ്ടുള്ള. അപ്പം പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ കൊണ്ട് ഒരു ഉപയോഗം ആ പ്രകൃതി ദുരന്ത പ്രദേശത്ത് സാധ്യമല്ലെങ്കിൽ ദയവ് ചെയ്ത് അങ്ങോട്ട് പോകല്ലേ. ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ട റെസ്ക്യൂ ഓപ്പറേഷനാണ്. ഈവൻ സയൻറ്റിസ്റ്റുകളായ നമ്മൾ പോകാറില്ല. ഉരുൾപൊട്ടൽ ഏത് പ്രകൃതി ദുരന്തം നടന്നില്ല, നമ്മളൊരു സമയം കൊടുക്കും. ആ സമയം കഴിഞ്ഞിട്ടേ പോകൂ. എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ നമ്മൾ ആ സ്ഥലത്തെത്തും. അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് അവർക്കൊരു ഉപദ്രവമായിട്ട് മാറും. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധയോടെ എടുത്ത് എല്ലാവരും ഇത് പാലിക്കണമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപദേശം.